ഇറാൻ ജനതയെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഭരണകൂടം. ഇറാനെതിരെ ലോക സമൂഹത്തിൽ രോഷമുയരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി ട്രംപിന്റെ അന്ത്യശാസനത്തിനുള്ള സമയം അവസാനിക്കുമ്പോൾ ഇറാനിൽ ഉയരാൻ പോകുന്നത് മനുഷ്യച്ചങ്ങല. അതും ഇറാനിലെ കരുത്തരായ ദേശസ്നേഹികളുടെ മനുഷ്യച്ചങ്ങല ഉയരുമ്പോൾ അത് ട്രംപിന്റെ തോൽവി സമ്മതിക്കലാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ന് ഹോർമോസ് തുറന്നില്ലെങ്കിൽ ഇറാനെ ഇല്ലാതാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അതിനിടെ ഇറാനിലെ വൈദ്യുത നിലയങ്ങൾക്ക് ചുറ്റും അണിനിരക്കാൻ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ. കായിക യുവജന മന്ത്രാലയം ഉപമന്ത്രി അലി റൈസ റഹീമി ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യത്തുടനീളമുള്ള വൈദ്യുത നിലയങ്ങൾക്ക് മുന്നിൽ യുവാക്കളും കലാകാരന്മാരും കായിക താരങ്ങളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യച്ചങ്ങല തീർക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന US ഭീഷണിക്കെതിരെ പ്രതിഷേധം തന്നെയാണ് ഈ നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾ കൈകോർത്തു നിൽക്കുമെന്നാണ് അലി റൈസ റഹീമി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. ഏപ്രിൽ 7-ാം തീയതിയാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ ഇറാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. അമേരിക്ക നൽകിയ സമയപരിധിക്ക് ശേഷം ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നില്ല എങ്കിൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ഉൾപ്പെടെയുള്ള സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജനങ്ങളോട് രംഗത്തിറങ്ങാൻ ഇറാൻ ആഹ്വാനം ചെയ്തത്. ഈ മേഖലയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത് ഒരു വലിയ പ്രതിഷേധമായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിന്റെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഹോർമൂസ് കടലെടുക്കിനെ ചൊല്ലിയുള്ള തർക്കം അങ്ങനെ പുതിയൊരു യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി തന്നെയാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരു ജനത തങ്ങളുടെ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്ന മനോഹരമായ കാഴ്ചയാണ് ഇറാനിൽ കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ 7-ാം തീയതി രാത്രിയോടെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കും എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അന്ത്യശാസനം നിലനിൽക്കുമ്പോൾ തോക്കുകൾക്കോ മിസൈലുകൾക്കോ തകർക്കാൻ സാധിക്കാത്ത മനുഷ്യ കവചം അത് തീർത്ത് പ്രതിരോധിക്കുകയാണ് ഇറാനിയൻ യുവാക്കൾ. തങ്ങളുടെ രാജ്യത്തെ വൈദ്യുത നിലയങ്ങൾക്കും പാലങ്ങൾക്കും ചുറ്റും കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കലാകാരന്മാരും കായിക താരങ്ങളും ലോകത്തിന് നൽകുന്നത് ഒരേ ഒരു സന്ദേശമാണ്. എന്തു വന്നാലും സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കാതിരിക്കുക, അതിനെ സംരക്ഷിക്കുക. അമേരിക്ക മുന്നോട്ട് വെച്ച 45 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞ ഇറാന്റെ നിലപാട് വെറും വാശിയല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു ജനതയുടെ അവകാശ പ്രഖ്യാപനമാണ്. വെറും ഒരു താൽക്കാലിക ആശ്വാസമല്ല, മറിച്ച് മേഖലയിൽ ശാശ്വതമായ സമാധാനം പുലരുന്നതിനായി 10 പോയിന്റുകൾ അടങ്ങുന്ന വ്യക്തമായ ചർച്ചാരേഖയാണ് ഇറാൻ ഇപ്പോൾ ആഗോള സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. മേഖലയിലെ എല്ലാ സൈനിക സംഘർഷങ്ങളും അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് വ്യക്തമായ പ്രോട്ടോകോൾ രൂപീകരിക്കുക, ഇറാൻ ജനതയുടെ നട്ടലൊടിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക, തകർന്നടിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര പ്രതിബദ്ധത ഉറപ്പാക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണം എന്ന ഇറാന്റെ ഈ ആവശ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തികച്ചും യുക്തിസഹം എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഈ നയതന്ത്ര നീക്കങ്ങളോട് മാന്യമായി പ്രതികരിക്കുകയല്ല ട്രംപ് ചെയ്തത്. നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്നും ഒരു രാത്രി കൊണ്ട് മുഴുവൻ ഇറാനെയും ഇരുട്ടിലാക്കുമെന്നുമുള്ള അധിക്ഷേപകരമായ ഭാഷയും ഭീഷണിയുമാണ് അമേരിക്കൻ ഭരണകൂടം ഉപയോഗിക്കുന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ വൈദ്യുത നിലയങ്ങളെയും പാലങ്ങളെയും ലക്ഷ്യം വെക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ഒരു വാചക കസർത്തിനപ്പുറം യുദ്ധക്കുറ്റമായി കണക്കാക്കാവുന്ന അതിക്രമമാണ്. ജനീവ കൺവെൻഷനുകൾ പറയുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ ജനതയെ ഭയപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. മുൻപ് അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾക്കിടയിലും തങ്ങളുടെ മണ്ണിൽ ബോംബാക്രമണം നടന്ന ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ട്രംപിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ ഇറാൻ തയ്യാറല്ല. വെറും ഒരു വെടിനിർത്തലിലൂടെ സമയം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകില്ല എന്ന കൃത്യമായ ഉറപ്പാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളും നിലനിൽക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങുകയാണ് ഇറാനിലെ യുവാക്കൾ. അവരുടെ പോരാട്ട വീര്യം അമേരിക്കയുടെ അത്യാധുനിക മിസൈലുകളെക്കാൾ കരുത്തുള്ളതാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഒരു രാഷ്ട്രത്തെ മുഴുവൻ തകർക്കുമെന്ന ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ നിലപാട് അധിനിവേശ രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ പ്രതിരോധം തന്നെ. ഇറാനിലെ യുവാക്കൾ രൂപീകരിക്കുന്ന ശോഭനമായ ഭാവിക്കാനുള്ള മനുഷ്യ ശൃംഖല കേവലം ഒരു പ്രതീകാത്മക പ്രതിഷേധമല്ല, മറിച്ച് അത് ലോകമെമ്പാടുമുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്കും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾക്കും പുതിയൊരു ഊർജ്ജമാണ് പകരുന്നത്. തങ്ങളുടെ മാതൃഭൂമിയുടെ ഓരോ അണുവിലും അധിനിവേശത്തിന്റെ നിഴൽ വീഴരുത്, അതിനുവേണ്ടി ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് മുന്നിൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനങ്ങൾക്കും സ്റ്റെൽത്ത് മിസൈലുകൾക്കും പ്രസക്തി എത്രത്തോളം എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇറാനിയൻ ജനത സ്വാതന്ത്ര്യത്തിനായി കഷ്ടപ്പെടാൻ തയ്യാറാണ്. നിലവിലെ ഭരണകൂടത്തെ താഴെയിറക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അപ്പോഴും ആ ജനത ആഗ്രഹിക്കുന്നത് വിദേശ ശക്തികളുടെ കടന്നുകയറ്റമില്ലാത്ത സ്വന്തം തീരുമാനങ്ങൾ സ്വയം കൈക്കൊള്ളാൻ കഴിയുന്ന സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. എന്തായാലും ഇന്ന് 2 മണി കഴിയുമ്പോഴേക്കും എന്തായിരിക്കും ട്രംപിന്റെ തീരുമാനമെന്നും ട്രംപിന്റെ അന്ത്യശാസനം വീണ്ടും ട്രംപ് നീട്ടിവെക്കുമോ എന്നുമൊക്കെ കാണേണ്ടത് തന്നെയാണ്. എന്തൊക്കെയായാലും ശരി, ഇറാൻ ജനതയുടെ ആ ഒരു ഒത്തൊരുമയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. ന്യൂസ് ഡെസ്ക് കർമാനസ്.